ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി. ഇന്ന് നമുക്ക് ലിസണിംഗ് പാർട്ട് വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ലിസണിംഗ് പാർട്ട് എയുടെ നമുക്ക് ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് വൺ, നമ്മൾ നോക്കുന്നത് കൃത്യമായിട്ട് ഓരോ കോണ്ടെക്സ്റ്റുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ കോണ്ടെക്സ്റ്റിനകത്തുള്ള ബുള്ളറ്റിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തുള്ള കൃത്യമായിട്ടുള്ള കീവേഡുകളെ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർലൈൻ ചെയ്താൽ മാത്രം പോരാ, ആ കീവേഡുകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇൻഫോർമലാണോ ഫോർമലാണോ എന്നുള്ളൊരു കാര്യം. ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യുക, ആൻസർ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ഈ രണ്ട് സ്റ്റെപ്പുകൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ 3 years ago എപ്പിസോഡ്സ് ഓഫ് വൊമിറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു. Moving to the next context, 1 year ago, further episodes of vomiting. Then the next context, inpatient admission. And the last one is current management of condition എന്നുള്ളതാണ്. അപ്പോൾ 4 കോണ്ടെക്സ്റ്റുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി ഓരോ ക്വസ്റ്റ്യൻസിനകത്തുള്ള കൃത്യമായിട്ടുള്ള കീവേഡുകൾ എടുത്ത് അണ്ടർലൈൻ ചെയ്യണം എന്നുള്ളതാണ്. സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനീഷ്യലി ഡയഗ്നോസ്ഡ് ആസ് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ മെയിൻ കീവേഡ് ഡയഗ്നോസ്ഡ് എന്നുള്ളതാണ്. ഇനി നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഡയഗ്നോസ്ഡ് എന്നുള്ളത് ഒരു ഫോർമൽ വേർഡാണോ ഇൻഫോർമൽ വേർഡാണോ? സോ ഡെഫിനറ്റ്ലി ഡയഗ്നോസ്ഡ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ വേർഡാണ്. നമ്മളുടെ പേഷ്യൻറ്റ് ഒരിക്കലും നമുക്ക് ഡയഗ്നോസ്ഡ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യാൻ സാധ്യതയില്ല. അതിന് പകരമായിട്ട് ഡോക്ടേഴ്സ് സെഡ് ദാറ്റ്, ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ദാറ്റ് എന്നുള്ള സിംപ്ലസ്റ്റിക് അല്ലെങ്കിൽ ലെയ്മാൻസ് ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സെക്കൻഡ് തിങ് നമുക്ക് നോക്കേണ്ടത്, ഡയഗ്നോസ്ഡ് ആസ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് നമുക്കിവിടെ വരാൻ സാധ്യത എന്ന് പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഡാഷ് പ്രിസ്ക്രൈബ്ഡ്. സോ പ്രിസ്ക്രൈബ്ഡ് നമുക്ക് സാധാരണയായി പേഷ്യൻ്റ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ്. എന്നാൽ ഇവിടെ ഇൻഫോർമലായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻഎഫക്റ്റീവ് എന്നുള്ളതാണ്. സോ ദാറ്റ് മേ ബി നമ്മളുടെ പേഷ്യൻ്റ് നമ്മളോട് പറയുന്നത് നോട്ട് വർക്കിംഗ് എന്നായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നോട്ട് വർക്കിംഗ് എന്നുള്ളൊരു ഐഡിയയിലേക്കായിരിക്കാം സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ലെയ്മാൻസ് ലാംഗ്വേജിൽ പേഷ്യൻ്റ് നമ്മളോട് സംസാരിക്കുന്നത്. സോ ഇവിടെ പ്രിസ്ക്രൈബ്ഡ് എന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു മെഡിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെഡിക്കേഷൻ നെയിമാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂവിങ് ടു ദ തേർഡ് വൺ നമുക്ക് വരുമ്പോൾ അവോയ്ഡിങ് സർട്ടൺ ഫുഡ്സ് ഹെൽപ്ഡ്. സോ തികച്ചും നമുക്ക് ഏത് രീതിയിലാണ്, ഇൻഫോർമലായിട്ടാണ് തന്നിരിക്കുന്നത്. ചില ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ചില ഫുഡ് കഴിക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എക്സാമ്പിൾ എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എ കൈൻഡ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫുഡായിരിക്കാം നമുക്കവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗിവ് യു 20 seconds. നിങ്ങൾ ജസ്റ്റ് മറ്റ് 3 കോണ്ടെക്സ്റ്റുകളും എടുത്തിട്ട് അതിൽ ഏതൊക്കെയാണ് ഫോർമലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ കീവേഡ് കൃത്യമായിട്ട് എടുക്കുക. കീവേഡ് എടുത്തതിന് ശേഷം ഏതൊക്കെയാണ് അത് ഫോർമലാണോ ഇൻഫോർമലാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. നെക്സ്റ്റ് വൺ, പ്രെഡിക്റ്റ് ചെയ്യുക എന്തായിരിക്കാം ആൻസർ എന്നുള്ളത്. സോ യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഓക്കെ, എല്ലാവരും തന്നെ കൃത്യമായിട്ട് കീവേഡ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തായിരിക്കാം ആൻസർ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാം നമ്മൾ എടുത്ത ആൻസേഴ്സ് കൃത്യമാണോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത് കൃത്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ സെക്കൻഡ് കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകുമ്പോൾ 1 year ago ആണ്. ഫർദർ എപ്പിസോഡ്സ് ഓഫ് വൊമിറ്റിംഗ്. സോ ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അക്കമ്പനീഡ് ബൈ ഡാഷ് സെൻസേഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് സെൻസേഷൻ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സോ അതിന് മുന്നായിട്ടാണ് ഗ്യാപ്പ് ഫില്ലിംഗ് തന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ സെൻസേഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് അവിടെ, എ ഫീലിംഗ് ഓർ ക്യാരക്ടർ, എനിത്തിങ്. സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കാം ആൻസർ വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളതാണ്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണ്.
മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഡാഷ് എന്നുള്ളതാണ്. സോ ഇൻക്രീസിംഗ്ലി ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്തായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. സോ ഇൻക്രീസ് എന്ന് പറയുന്നത് സംതിങ് സ്ട്രോങ് ആയിട്ട് എന്തോ ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. സോ നമുക്കിവിടെ അഡ്ജക്റ്റീവാണ് നമുക്കിവിടെ ഗസ് ചെയ്യേണ്ടത്. അഡ്ജക്റ്റീവ് ആയിരിക്കാം വരാൻ സാധ്യത എന്നുള്ളതാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഡാഷ് അനലൈസ്ഡ്. അനലൈസ്ഡ് തികച്ചും മെഡിക്കലി അല്ലെങ്കിൽ മെഡിക്കൽ ടേം ആണ് അല്ലേ. പേഷ്യൻ്റ് ചിലപ്പം ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ടാവുക എക്സാമിൻ സംതിങ് എന്നായിരിക്കാം. എന്തോ ഒരു കാര്യം എൻ്റെ ടെസ്റ്റ് ചെയ്തിരുന്നു എന്നായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ടെസ്റ്റ് നെയിമാണ് നമുക്ക് വരാൻ സാധ്യത എന്നുള്ളത്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ലെഡ് ടു ഡയഗ്നോസിസ് ഓഫ് ഡാഷ്. ഡെഫിനറ്റ്ലി മെഡിക്കൽ കണ്ടീഷനാണ്. ഡയഗ്നോസിസ് ഒരു മെഡിക്കൽ ടേം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പേഷ്യൻ്റ് ചിലപ്പം ഡിസ്ക്രൈബ്ഡ് എന്നോ സെഡ് എന്നോ, പേഷ്യൻ്റ് നമ്മളുടെ ഡോക്ടേഴ്സ് ചിലപ്പം പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പം ഡിസ്ക്രൈബ് ചെയ്തത് ഇന്നൊരു കണ്ടീഷനാണ് എന്നായിരിക്കാം നമ്മുടെ പേഷ്യൻ്റ് പറയാനായിട്ട് സാധ്യത എന്നുള്ളതാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇൻപേഷ്യൻ്റ് അഡ്മിഷൻ ആണ്. സോ ആദ്യത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഇതായിരുന്നു, വൊമിറ്റിംഗ് പ്ലസ് ഫീലിംഗ് ഓഫ് സംതിങ്. സോ വൊമിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇഷ്യൂ ആണ്. സോ അതിനോടൊപ്പം ഫീലിംഗ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ പേഷ്യൻ്റ് പറയാൻ സാധ്യത അതിനോടൊപ്പം അനദർ ഒരു മെഡിക്കൽ ഇഷ്യൂ ആയിരിക്കാം പറയാൻ സാധ്യത. സോ നൗൺ ആണ് ആൻസർ ആയിട്ട് നമുക്ക് വരേണ്ടത്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഡാഷ് ടെസ്റ്റ് അണ്ടർടേക്കൺ. സോ അണ്ടർടേക്കൺ ക്യാരി ഔട്ട് ചെയ്തൊരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി അനദർ ടെസ്റ്റ് നെയിം ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. മൂവിങ് ടു ദ നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് വരുമ്പോൾ കറണ്ട് മാനേജ്മെൻറ്റ് ഓഫ് കണ്ടീഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് വരുന്നത്. സോ അപ്പോൾ ആ കോണ്ടെക്സ്റ്റിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പം പേയ്സ് അറ്റൻഷൻ ടു ദ ഡാഷ് ഓഫ് ഫുഡ് ആൻഡ് പോർഷൻ സൈസസ് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോ പേയ്സ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് പേഷ്യൻ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വണ്ണിലേക്ക് നമുക്ക് വരുമ്പോൾ ഡാഷ് ഓഫ് ഫുഡ് ആൻഡ് പോർഷൻ സൈസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെ ഒരു ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് ഒരു അപ്പിയറൻസ് ആയിരിക്കാം, എങ്ങനെയിരിക്കുന്നു ഒരു ഫീൽ ആയിരിക്കാം പേഷ്യൻ്റ് അവിടെ പറയാൻ സാധ്യത. അതിനോടൊപ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ചും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, യൂസസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ടു ഇൻഡ്യൂസ്. ഇൻഡ്യൂസ് നമുക്ക് തികച്ചും ഫോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. സോ ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ എൻകറേജ് അതല്ലെങ്കിൽ പ്രോംപ്റ്റ് സംതിങ് എന്നുള്ളതാണ്. സോ പേഷ്യൻറ്റിനെ നമ്മളിവിടെ കാർബണേറ്റഡ് ഡ്രിങ്ക് കഴിക്കുമ്പോൾ സംതിങ് മേക്കിംഗ് കംഫോർട്ട് ആക്കുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതെന്താണ് എന്നാണ് നമ്മളോടവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഈ രീതിയിൽ വേണം നമ്മളവിടെ തിങ്ക് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് യൂസസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ടു ഇൻഡ്യൂസ്, ദാറ്റ് ഈസ് മീൻസ് ഹെൽപ്പിംഗ് അല്ലേ. പേഷ്യൻറ്റിനെ മേക്കിംഗ് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, വുഡ് ലൈക്ക് ടു കൺസിഡർ ഡാഷ്. സോ കൺസിഡർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് തിങ്ക് അബൌട്ട് സംതിങ് അല്ലേ. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക, അതാണ് കൺസിഡർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി കൺസിഡർ എന്നുള്ളത് പേഷ്യൻ്റ് ചിലപ്പം തിങ്കിങ് അബൌട്ട് സംതിങ്, എന്തിനെങ്കിലും കുറിച്ച് ഞാൻ തിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരിക്കാം പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ടാവുക. വുഡ് ലൈക്ക് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കോണ്ടെക്സ്റ്റുമായിട്ട് നോക്കുമ്പോൾ മാനേജ്മെൻ്റ് ആയിട്ടാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കറണ്ട് മാനേജ്മെൻറ്റ് ഓഫ് കണ്ടീഷനാണ്. സോ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. പേഷ്യൻ്റ് അവിടെ വിഷ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വുഡ് ലൈക്ക് ടു കൺസിഡർ, ദാറ്റ് ഇസ് വുഡ് ലൈക്ക് ടു തിങ്ക് അബൌട്ട് സംതിങ്. സോ റിലേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ വരേണ്ടത് ഒരു മാനേജ്മെൻ്റ് ആയിരിക്കാം. സോ ദാറ്റ് ക്യാൻ ബി പ്രൊസീജിയർ ഓർ സർജറി ആയിരിക്കാം അവിടെ പേഷ്യൻ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ രീതിയിൽ വളരെ ക്വിക്കായിട്ട് നമ്മൾ കീവേഡുകൾ മനസ്സിലാക്കുകയും കീവേഡുകൾ ഫോർമലാണ് എങ്കിൽ എങ്ങനെയായിരിക്കാം സ്പീക്കർ, അതായത് നമ്മുടെ പേഷ്യൻ്റ് ഇൻഫോർമലായിട്ട് അല്ലെങ്കിൽ ലെയ്മാൻസ് ലാംഗ്വേജിൽ സിമ്പിൾ ലാംഗ്വേജിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മുടെ മെഡിക്കൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്തായിരിക്കാം ആൻസർ എന്നുള്ളത് നമ്മളവിടെ പ്രെഡിക്റ്റ് ചെയ്യുകയും വേണം. ഇനി നമുക്ക് നമ്മളുടെ ഓഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ഓഡിയോ കൃത്യമായിട്ട് ലിസൺ ചെയ്യുക, അതിനുശേഷം ആൻസേഴ്സ് കറക്റ്റായിട്ട് എഴുതുക. Okay then, so now I will play the audio. Just see the questions. So, Declan, you've been referred to me because you've been experiencing digestive problems. Before I examine you, perhaps you could tell me in your own words the history of the condition. Well, it all started about 3 years ago. I suddenly found I was having issues keeping food and drink down. So I went to the doctor and he said, well, what you're describing, it sounds like acid reflux. Well, I'd heard of that and I didn't think that's what it was. Anyway, he prescribed a course of H2 receptor blockers and said, just try, and if this doesn't work, then we'll schedule some tests. And? Well, I was right to be skeptical because they didn't work. So I ended up going for an endoscopy, and my GP was surprised. He said, you were right, there is something else going on.
They'd taken a biopsy of my stomach, and there was a problem with the bacteria there. So he put me on a triple antibiotic, and I was on that for 21 days. And did that help? I did feel a bit better, but if I ate certain foods, they'd still get stuck in my throat, like when I was eating bread, that sort of thing. Then fast forward to this time last year, and I had the same episode again. I just couldn't keep the food down. Only this time, it wasn't only that. I also had a feeling like my stomach was burning. It was horrible, like my insides were on fire or something. I thought it would pass like the other symptoms did, but actually it just got more and more intense, so I called the hospital and the paramedics came out to get me. So what happened there? Well, they did some tests. They took a stool sample, and they told me they were going to analyse that to see what was going on down there. Anyway, eventually I was told I'd been diagnosed with colitis, and again was prescribed antibiotics. So I took them, but within an hour or two of taking those pills, I was throwing up again. Right. So I ended up back in hospital because I couldn't keep anything down, and I was really suffering from fatigue. I was having trouble even standing at this point, and basically everything hurt. So they admitted me and put me on an IV for fluids because I was dehydrated and malnourished. And they did more tests? Yes, this time they gave me a barium swallow test and took an X-ray of my chest area. What that showed was that I had a disorder in my esophagus. Basically, the endings of the nerve cells are supposed to move the food down my esophagus to my stomach, and so signal to my LES muscle to relax and allow the food into my stomach. But because these nerves aren't working, there's no signal and the muscle doesn't open. So they diagnosed achalasia? That's right. They told me I'd have to manage the condition somehow. I mean, that's okay because it's not all the time. I have these episodes where I can't keep anything down. Then for a while I'm okay as long as I'm careful. I keep to a mostly liquid diet or go for food that's easy to break down. I watch the texture of the solid stuff I eat and keep to small portions. Another thing that's helped is having carbonated drinks at mealtimes because burping helps to get the LES working. That's right. OK, well, I think I've got the picture now. Next, I'd like to ask what you're hoping I can do for you. Well, I was looking on the internet and I saw that there's a new form of surgery that's been developed that might make a difference to me. My GP said you'd be able to tell me about that. ഓക്കെ, നിങ്ങളിപ്പോൾ ഓഡിയോ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ആസിഡ് റിഫ്ലക്സ്, സെക്കൻഡ് വൺ H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, തേർഡ് വൺ ബ്രെഡ്, ഫോർത്ത് വൺ ബേണിംഗ്, നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റൻസ്, അനദർ വൺ സ്റ്റൂൾ സാമ്പിൾ, നെക്സ്റ്റ് കൊളൈറ്റിസ്, ഫാറ്റിക്, ബാരിയം swallow, texture, burping, and the last one is surgery. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എത്രയാണ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യുക. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, നമ്മളെപ്പോഴും ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലിസണിങ് ചെയ്തതിന് ശേഷം നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് പേഷ്യൻ്റ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ആൻസർ ചെക്ക് ചെയ്തത്. അതിന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാനിവിടെ സ്ക്രിപ്റ്റ് ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ ഓഡിയോ കൃത്യമായിട്ട് കേൾക്കുക. എങ്ങനെയാണ് പേഷ്യൻ്റ് ഇവിടെ അതിനെ ഫ്രേസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന ഫോർമലായിട്ടുള്ള വാക്കുകളെ എങ്ങനെയാണ് ഫ്രേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. So, Declan, you've been referred to me because you've been experiencing digestive problems. Before I examine you, perhaps you could tell me in your own words the history of the condition. Well, it all started about 3 years ago. I suddenly found I was having issues keeping food and drink down. So I went to the doctor and he said, well, what you're describing, it sounds like acid reflux. Well, I'd heard of that and I didn't think that's what it was. Anyway, he prescribed a course of H2 receptor blockers and said, just try, and if this doesn't work, then we'll schedule some tests. And? Well, I was right to be sceptical because they didn't work.
So I ended up going for an endoscopy, and my GP was surprised. He said, "You were right, there is something else going on." They'd taken a biopsy of my stomach, and there was a problem with the bacteria there. So he put me on a triple antibiotic, and I was on that for 21 days. And did that help? I did feel a bit better, but if I ate certain foods, they'd still get stuck in my throat, like when I was eating bread, that sort of thing. Then fast forward to this time last year, and I had the same episode again. I just couldn't keep the food down. Only this time, it wasn't only that. I also had a feeling like my stomach was burning. It was horrible, like my insides were on fire or something. I thought it would pass like the other symptoms did, but actually it just got more and more intense, so I called the hospital and the paramedics came out to get me. So what happened there? Well, they did some tests. They took a stool sample, and they told me they were going to analyse that to see what was going on down there. Anyway, eventually I was told I'd been diagnosed with colitis, and again was prescribed antibiotics. So I took them, but within an hour or two of taking those pills, I was throwing up again. Right. So I ended up back in hospital because I couldn't keep anything down, and I was really suffering from fatigue. I was having trouble even standing at this point, and basically everything hurt. So they admitted me and put me on an IV for fluids because I was dehydrated and malnourished. And they did more tests? Yes, this time they gave me a barium swallow test and took an X-ray of my chest area. What that showed was that I had a disorder in my esophagus. Basically, the endings of the nerve cells are supposed to move the food down my esophagus to my stomach, and so signal to my LES muscle to relax and allow the food into my stomach. But because these nerves aren't working, there's no signal and the muscle doesn't open. So they diagnosed achalasia. That's right. They told me I'd have to manage the condition somehow. I mean, that's okay because it's not all the time. I have these episodes where I can't keep anything down. Then for a while I'm okay as long as I'm careful. I keep to a mostly liquid diet or go for food that's easy to break down. I watch the texture of the solid stuff I eat and keep to small portions. Another thing that's helped is having carbonated drinks at mealtimes because burping helps to get the LES working. That's right. Okay, well, I think I've got the picture now. Next, I'd like to ask what you're hoping I can do for you. Well, I was looking on the internet and I saw that there's a new form of surgery that's been developed that might make a difference to me. My GP said you'd be able to tell me about that. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് കീപ്പ് ഓൺ വാച്ചിങ് അവർ ചാനൽ ടിൻസീസ് അക്കാഡമി.